നമസ്കാരം, ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകി ലോകം. വിശുദ്ധ ഇടയന് സെന്റ് മേരി മേജറിൽ നിത്യനിദ്ര. അന്ത്യയാത്രയ്ക്ക് സാക്ഷിയായി ലോക നേതാക്കൾ ഉൾപ്പെടെ ലക്ഷങ്ങൾ. CMRL-ന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് SFIOയ്ക്ക് മൊഴി കൊടുത്തെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ടി വീണ. സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് ഒരിടത്തും മൊഴി നൽകിയിട്ടില്ലെന്നും വീണ. വീണയുടെ പേരിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സേവനം നൽകാതെയാണ് പണം വാങ്ങിയത് എന്ന മൊഴി വീണ നൽകിയിട്ടില്ല. എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല. അസത്യമായ വാർത്തയാണ്. അങ്ങനെ ഒരു മൊഴി നൽകിയിട്ടില്ല. മറ്റു കാര്യങ്ങളൊക്കെ കോടതിയിലുള്ള വിഷയമാണല്ലോ, കോടതിക്ക് മുമ്പാകെ. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പിന്നെ അതിലിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മറുപടി പറയാൻ ഇല്ല. അസത്യമായ വാർത്തയാണ്. അങ്ങനെ ഒരു മനോജ് എബ്രഹാമിന് DGP-ആയി സ്ഥാനക്കയറ്റം. ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവിയായാണ് നിയമനം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കി സൈന്യം. തീവ്രവാദികളുമായി ബന്ധമുള്ള 2 പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെടില്ലെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളുമായി തനിക്ക് നല്ല ബന്ധമെന്നും ഇരു രാജ്യങ്ങളും ചേർന്ന പ്രശ്നം പരിഹരിക്കണമെന്നും ട്രംപ്. പാക് പൗരന്മാർക്ക് രാജ്യം വിടാൻ നൽകിയ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ അട്ടാരി വാഗ അതിർത്തിയിൽ വൻ തിരക്ക്. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് അതിർത്തിയിലൂടെ പൗരന്മാരെ കടത്തിവിടുന്നത്. അതേസമയം അതിർത്തികൾ അടച്ചതോടെ രാജ്യത്ത് തിരിച്ചെത്താനാകാതെ ആശങ്കയിലാണ് ഇന്ത്യക്കാർ. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് മുംബൈ പോലീസ്. മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനോടാണ് റാണ സഹകരിക്കാത്തത്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ നിന്നും റാണ ഒഴിഞ്ഞുമാറിയെന്ന് ഉദ്യോഗസ്ഥർ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ K സുധാകരനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം. നടപടി ബത്തേരി ബാങ്ക് കോഴ ഇടപാട് സുധാകരന് അറിയാമായിരുന്നുവെന്ന NM വിജയന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ. ചോദ്യം ചെയ്തത് സുൽത്താൻ ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം.